ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അനീഷ് പതിവ് പോലെ സുപ്രഭാതമൊക്കെ പറയുന്നുണ്ട്. അവിടെ ദീപാവലിയുമായി ബന്ധപ്പെട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, മഴയിൽ കുളിർന്ന ഒരു ദീപാവലി ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന് ആശംസകൾ നേരുന്നുണ്ട്. അത് കഴിഞ്ഞ് സുപ്രഭാതമൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലെത്തിയ അനീഷ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആദില അവിടേക്ക് വന്നിട്ട് അനീഷിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങ് ചെറുപ്പക്കാരനായല്ലോ, സുന്ദരനായല്ലോ എന്ന രീതിയിലൊക്കെ പറയുന്നു. ഇപ്പോൾ ഒത്തിരി വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടെന്ന് ആദ്യം ആദില പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, അതെയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട്, ഓ ഹസ്തദാനം എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്തദാനം കൊടുക്കുന്നുമുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ഷാനവാസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കൂ എന്ന രീതിയിൽ ഈ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആദില പറയുന്നുണ്ട്, ക്രെഡിറ്റ് 2 കുത്ത് ഇന്ന ആൾ എന്ന് പറയാൻ പറഞ്ഞു അനീഷിനോട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷാനവാസ് എന്നാണ് എഴുതി അവിടെ വെക്കൂ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്നെ മേക്കപ്പ് ചെയ്ത അനുമോക്കാണ് എന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട്, ക്രെഡിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണോ ഈ ക്രെഡിറ്റിനെ കുറിച്ച് പറയുന്നത് എന്ന രീതിയിൽ ഈ പറയുന്ന ഷാനവാസ് പറയുന്നു. പിന്നെ ഷാനവാസ് പറയുന്നത്, നീ ഇത്രമാത്രം അഹങ്കാരം എടുക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നീ ഉറങ്ങിക്കിടക്കുമ്പോഴോ അല്ലാതെയോ നിൻ്റെ മീശ ഞാൻ എടുക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ഷാനവാസ് പറയുന്നു, നീ അപ്പോൾ കുറച്ചുകൂടെ ചെറുപ്പക്കാരനാകും, നീ ഇനിയും ചെറുപ്പക്കാരനാകും എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ എന്നാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന രീതിയിൽ അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുമ്പോഴൊന്നും ഞാൻ ചെയ്യില്ല, നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ താടി എടുക്കാനൊക്കെ വന്ന് വരുമല്ലോ, അപ്പം ഞാൻ നിൻ്റെ ഈ പറയുന്ന താടി മീശയൊക്കെ എടുത്തു കളയും എന്ന രീതിയിലും ഈ അനീഷിനോട് ഷാനവാസ് പറയുന്നുണ്ട്. എന്തായാലും രാവിലെ അവർ തമ്മിലുള്ള ഒരു സംസാരം അത് മനോഹരമായിരുന്നു. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.